ഇപ്പോൾ ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി.കെ. സനോജ് കൂടി നമുക്ക് ചേരുകയാണ്. സനോജ്, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കേണ്ടെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത് ഷാഫി പറമ്പിൽ മാത്രമാണെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം രാവിലെ വി.ഡി. സതീശൻ വന്ന് പറഞ്ഞത് വിട്ടുവീഴ്ചയില്ലാത്ത നടപടി ഉണ്ടാകുമെന്നാണ്. അപ്പോൾ കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് ഒരു ഉചിതമായ നടപടിയിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് പോകുന്നു, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജി വാങ്ങുന്നു എന്നതായിരുന്നു. പക്ഷേ ഈ വി.ഡി. സതീശൻ്റെ പ്രതികരണം വന്നതിന് ഈ ഇത്രയും മണിക്കൂറുകൾ പിന്നിട്ടിട്ടും രാഹുൽ രാജിവെക്കുന്നില്ല, യാതൊരു പ്രതികരണവും വി.ഡി. സതീശൻ്റെയോ ഷാഫി പറമ്പിലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതുമില്ല. എന്താണ് ഈ ദുരൂഹതകളിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നത്? അതെ, കോൺഗ്രസിലെ ഒരു വിഭാഗം ശക്തമായി തന്നെ രാഹുലിനെ പിന്തുണച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ വിഭാഗത്തിന്റെ നേതാക്കന്മാരാണ് ഏറ്റവും പ്രധാനിയായിട്ടുള്ള വി.ഡി. സതീശനും ഷാഫി പറമ്പിലും. ഷാഫിയുടെ ഇന്നലെ മാധ്യമപ്രവർത്തകരോടുള്ള പ്രതികരണത്തിൽ നിന്നും അത് വ്യക്തമാണ്. ഷാഫി ഇന്നലെ മാധ്യമപ്രവർത്തകരോട് ചോദിച്ചത് അദ്ദേഹത്തിന്റെ പേരിൽ FIR ഉണ്ടോ എന്നാണ്. ഇനി FIRും ഇനി എന്ത് തെളിവാണ് ഈ ഷാഫിക്കും ഈ ഷാഫിയെ ഈ വി.ഡി. സതീശൻ സംഘത്തിന് വേണ്ടത്? വളരെ കൃത്യമായിട്ട് ഓരോ പെൺകുട്ടികളും അവർക്കുണ്ടായിട്ടുള്ള ദുരനുഭവം സംബന്ധിച്ച് പുറത്തു പറയുന്നു എന്ന് മാത്രമല്ല, രാഹുലുമായിട്ടുള്ള ഫോൺ സംഭാഷണത്തിനെയും മറ്റും എല്ലാ വിവരങ്ങളും പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ ദിവസവും മണിക്കൂറുകൾ കൊണ്ട് പുതിയ പുതിയ ആളുകൾ കടന്നു വരികയാണ്. അപ്പൊ ഇത്രയേറെ പൊതുസമൂഹത്തിനകത്ത് കാര്യങ്ങൾ വ്യക്തമാക്കപ്പെട്ടിട്ടും തെളിവുണ്ടോ എന്ന് ചോദിക്കുന്നത് അപാരമായിട്ടുള്ള തൊലിക്കെട്ടിയാണ്. ആ തൊലിക്കെട്ടിയാണ് ഷാഫിയും വി.ഡി. സതീശനെല്ലാം ഇവിടെ പ്രകടിപ്പിക്കുന്നത്. ഇത് ശക്തമായ നിലയിൽ ജനങ്ങളാകെ പ്രതികരിക്കേണ്ട ഒരു വിഷയമാണ്. എന്നാൽ കോൺഗ്രസിനകത്ത് ചില ആളുകൾ ഇത് സംബന്ധിച്ച് കൃത്യമായ അഭിപ്രായം പറഞ്ഞ് മുന്നോട്ട് വരുന്നുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതുപോലെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇപ്പൊ കോൺഗ്രസിന്റെ സൈബർ സെൽ അവരുടെ വെട്ടുകളി കൂട്ടങ്ങൾ ഇവിടെ പ്രചരിപ്പിക്കുന്നത് എല്ലാ പാർട്ടിയിലും ഇങ്ങനെയൊക്കെയുണ്ട്, എല്ലാ സ്ഥലത്തും ഇങ്ങനെയൊക്കെയുണ്ട്, ഇതൊരു സാധാരണ സംഭവം മാത്രമാണ്, അതുകൊണ്ട് രാഹുൽ രാജിവെക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊരു പ്രചരണ ക്യാപ്സൂളാണ് ഇപ്പൊ അവർ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ആ ക്യാപ്സൂൾ ഉണ്ടാക്കുന്നത് വി.ഡി. സതീശനും ഷാഫി പറമ്പിലുമാണ്. അതുകൊണ്ട് ആ ക്യാപ്സൂൾ കൊണ്ടൊന്നും ഈ അസുഖം മാറില്ല എന്നാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. ശരി, വളരെ നന്ദി വി.കെ. സനോജ് ഈ സാഹചര്യത്തിൽ പ്രതികരിച്ചു.